യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് നമ്മിൽ ആയിരിക്കുന്നതായ പുതു മനുഷ്യന്റെ സ്വഭാവം എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ പുതു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്. പഴയ മനുഷ്യനെ നാം കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വന്നപ്പോൾ ഉരിഞ്ഞു കളഞ്ഞുവെന്നും പുതു മനുഷ്യനെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നുവെന്നും നമ്മൾ കേട്ടുവല്ലോ. അപ്രകാരം പുതു മനുഷ്യനെ പ്രാപിച്ചവരായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ പഴയ മനുഷ്യന്റെ സ്വഭാവം എപ്പോഴും സ്വാധീനിക്കപ്പെടാം എന്നുള്ളതായ ആ ഒരു അപകട സൂചന സൂചിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അപ്രകാരം കടന്നു വരുന്നതായ സ്വഭാവങ്ങളെക്കുറിച്ച് നാം വളരെ ജാഗ്രത ഉള്ളവരായിരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കി തീർത്തു. പോഷ്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതേപോലെ തന്നെ കോപത്തെക്കുറിച്ച് സംസാരിച്ചു, അതേപോലെ തന്നെ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിപ്പാൻ ഇടയായി തീർന്നു. അതേപോലെ തന്നെ നമ്മൾ ഇനി മോഷ്ടിക്കാതെ, മറ്റുള്ളവരുടെ കാര്യങ്ങളെ ആഗ്രഹിക്കാതെ നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കേണ്ടതിന്റെ പ്രാധാന്യവും നമുക്ക് കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സംസാരത്തെക്കുറിച്ച്. നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അയാളുടെ സംസാരത്തിലൂടെയാണ്. ഒരു വ്യക്തി സംസാരിക്കാതിരുന്നാൽ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നമുക്ക് ആ വ്യക്തിയെ കണ്ടുകൊണ്ട് നമ്മളിൽ ചില മുൻവിധികൾ ഉണ്ടാകാം എന്നേ ഉള്ളൂ, അല്ലാതെ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അധ്യാപകനായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം ആളുകൾ തെറ്റായി സംസാരിക്കുന്നതേ ഞാൻ കേട്ടിരുന്നുള്ളൂ. ആ വ്യക്തിയെ ഞാൻ ദൂരവേന കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷേ അദ്ദേഹം എൻ്റെ അധ്യാപകനായി തീർന്നപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ അറിയുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. അദ്ദേഹം ചെയ്തതായ ഒരു പ്രവൃത്തി തന്നെ അദ്ദേഹം ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടാകാനിടയായി തീർന്നു. അദ്ദേഹവുമായിട്ട് ഞാൻ പലതവണ കൂടുതൽ സംസാരിപ്പാനിടയായി തീർന്നു. അപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം ഇന്ന് ആരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലല്ല അദ്ദേഹമെന്ന് എനിക്ക് പറയാനിടയായി തീർന്നു. കാരണം അദ്ദേഹം ഒരു വലിയ ഓർഗനൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ആളായി പ്രവർത്തിക്കുന്നതുകൊണ്ടാകാം. എന്നാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി വാട്ട് എ റിയൽ പേഴ്സൺ ഹി ഈസ്. അദ്ദേഹം എന്ത് തരമുള്ള വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം വരെയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായിരുന്നു. എൻ്റെ പിതാവിനേക്കാളും തന്നെ പ്രായമുള്ള ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത് അവരുടെ സംസാരത്തിലൂടെയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, വാക്യം 29, എഫീസ് ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ സംസാരം, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കുറിക്കുക. നോക്കണേ, താൻ പറയുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്നും വരേണ്ടത് കൃപയാണ് വരേണ്ടത്. ദൈവകൃപയാണ് വ്യാപരിക്കേണ്ടത്. ദൈവകൃപയ്ക്ക് ഒരു വ്യക്തിയെ നമുക്ക് യോഗ്യനാക്കാൻ കഴിയും നമ്മുടെ സംസാരത്തിലൂടെ. ഇതേ ആശയം തന്നെയാണ് ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്തായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആത്മീക വർധനയ്ക്കായി. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആത്മീക വർധന നമ്മുടെ സംസാരത്തിലൂടെ ഉണ്ടാകുന്നത്? അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൃപ ലഭിപ്പാൻ അത് ഇടയായിത്തീരണം. അപ്പോൾ എങ്ങനെയാണ് കൃപ ലഭിക്കുന്നത്? നമ്മുടെ സംസാരത്തിലൂടെ കേൾക്കുന്ന ആളുകൾക്ക് ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അവരുടെ വിഷയങ്ങളിൽ കൂടുതൽ ഇൻസൈറ്റുകൾ, പ്രകാശനങ്ങൾ അവർ പ്രാപിക്കുമ്പോൾ ദൈവത്തോട് അവർക്ക് കൂടുതലായി അടുക്കാനും കൂടുതൽ ദൈവകൃപ അവരുടെ വിഷയങ്ങളിൽ പ്രാപിക്കാനിടയായിത്തീരും. ഒരു രോഗിയായി നമ്മുടെ മുമ്പിൽ വരുന്ന ആളോട് നമ്മൾ ഒരിക്കലും പറയരുത്, നിങ്ങളെക്കാളും ഞാൻ ഒരു രോഗിയാണെന്നുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം അനുഭവിക്കുന്നതിനേക്കാളും രോഗപീഠകൾ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ നാവിൽ നിന്ന് വരേണ്ടത് അദ്ദേഹത്തിന് സൗഖ്യമാക്കുവാൻ ഉതകുന്നതായ സംസാരമായിരിക്കണം. ഒരിക്കലും ദോഷമായി നമ്മൾ അവരോട് സംസാരിക്കരുത്.
അയ്യോ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം പിടിച്ചോ, എത്ര പേര് ഈ അസുഖം വന്ന് മരിച്ചു പോകുന്നറിയാമോ എന്നൊക്കെ പറഞ്ഞാൽ ആ ആൾക്ക് ഒരിക്കലും നമ്മുടെ മുമ്പാകെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയത്തില്ല. മറിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളോട് നമ്മൾ വളരെയധികം പ്രത്യാശ നിർഭരമായി അവർക്ക് കർത്താവ് യേശുക്രിസ്തു മൂലം ലഭിക്കുന്നതായ സൗഖ്യത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ മുമ്പ് കേട്ടതായ സാക്ഷ്യങ്ങൾ അവരോട് വ്യക്തമായി സംസാരിച്ച് അവർക്ക് അധികം കൃപ ലഭിക്കേണ്ടതായ നിലയിൽ നാം സംസാരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതാണ് ഒരു പുതുമനുഷ്യന്റെ സംസാര രീതി എന്ന് പറയുന്നത്. നോക്കണേ, വളരെ വ്യക്തമായി ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവർക്ക് ആത്മീക വർധനയ്ക്കായി നല്ല വാക്ക് അല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്നും വരരുത്. ചില വേദഭാഗങ്ങൾ വായിച്ച് ഈ ഒരു ചിന്ത നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പുതുമനുഷ്യൻ വിട്ടുകളയേണ്ട വളരെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നാവിൽ നിന്നും വരുന്നതായ പ്രധാനപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് താൻ സൂചന നൽകുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളവീൻ. അപ്പോൾ വായിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ. ഈ ദൂഷണം വഴി എത്രയോ പേരെ പിശാച് തകർക്കുന്നറിയാമോ? ഒരിക്കലും പിശാച് അവൻ്റെതായ വ്യക്തിത്വത്തിന്റെ നാവോടുകൂടിയല്ല സംസാരിക്കുന്നത്, മറിച്ച് മനുഷ്യരെയാണ് അവൻ ഉപയോഗിക്കുന്നത്. ഒരു സഭയിലാണെങ്കിൽ കൂട്ടുവിശ്വാസികളെയോ കൂട്ടുദൈവദാസന്മാരെയോ പിശാച് അവരുടെ നാവിനാൽ ഉപയോഗിക്കും. എന്തിനെന്നറിയോ? മറ്റൊരാളെ തകർക്കാൻ വേണ്ടി. അങ്ങനെ എത്രയോ സഭകൾ തകർന്നിരിക്കുന്നു, എത്രയോ കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. പക്ഷെ നമുക്കിത് മനസ്സിലാക്കാനുള്ള വിവേകം വളരെ ആവശ്യമാണ്. എനിക്ക് വളരെ വ്യക്തമായി അറിയാം, ഒരു നന്നായി പോകുന്നതായ ദൈവസഭ എത്രത്തോളം ദൂഷണം വഴി നാശമായിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ, സഭകളിൽ നിന്നതായ ആളുകൾ ദൂഷണം വഴി സഭകൾ വിട്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ല പിന്മാറ്റത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതുമനുഷ്യരായ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ദൂഷണം പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ദുർഭാഷണം ഇവയൊക്കെ നമ്മൾ വിട്ടുകളയുവീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തു പോലും ഇപ്രകാരമുള്ള നാവിൽ നിന്ന് വരുന്നതായ സംസാരത്തിന്റെ അപകടത്തെക്കുറിച്ച് വളരെ ബോധമുള്ളവനായിരുന്നു. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ന്യായാധിപൻ തന്നെയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ പറയുന്നതായ ഏതു നിസ്സാര വാക്കിനും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ പറയുന്ന തമാശന്, ഞാൻ പറയുന്നതായ ഗൗരവമുള്ള കാര്യത്തിന്, ഞാൻ പറയുന്നതായ വെറുതെയുള്ള വാക്കുകൾക്ക് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷെ അതിനുപോലും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഇതൊക്കെ എങ്ങനെയാ ദൈവം അറിയുന്നത്? ഈ ദൈവം ഇതെല്ലാം മനുഷ്യരങ്ങ് ഓർത്തിരിക്കുകയാണ്. ലോകത്തിൽ 500 കോടിയിലധികം ആളുകളുണ്ട്, അവരൊക്കെ സംസാരിക്കുന്ന വാക്കുകളെല്ലാം ദൈവം അതിനെ കണക്ക് തീർക്കാൻ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ലോകത്തിലെ ടെക്നോളജികളെല്ലാം വെളിപ്പെടുത്തുന്ന കാര്യം എന്താ? നമ്മൾ പറയുന്നതായ ഏത് വാക്കും, നമ്മൾ ചെയ്യുന്നതായ ഏത് പ്രവൃത്തിയും എല്ലാം റെക്കോർഡഡായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ സംസാരം നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ സംസാരിക്കേണ്ടത് മറ്റുള്ളവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ആത്മീക വർധനയ്ക്കായി നമ്മൾ സംസാരിക്കണം. ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും സംഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ സംസാരങ്ങളിൽ ഞങ്ങൾ നിയന്ത്രണം വരുത്താറില്ല. പലപ്പോഴും ഞങ്ങൾ ഗൗരവപരമല്ലാത്തതായ രീതിയിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വേദഭാഗത്തു നിന്നും ഞങ്ങൾ എപ്രകാരം സംസാരിക്കണമെന്നും ഞങ്ങൾ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ചിന്ത ഞങ്ങളെ ഭരിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.